9 വർഷത്തിനു ശേഷം നിലമ്പൂർ തിരിച്ചുപിടിച്ച് UDF. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ UDFന് ലഭിച്ച മികച്ച 4 ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് ആര്യാടൻ ഷൗക്കത്ത് തന്റെ ആദ്യ വിജയത്തിലൂടെ കരസ്ഥമാക്കിയത്. UDFന് രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടമായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ LDFന് നഷ്ടമായിരിക്കുന്നത് 16,000-ഓളം വോട്ടുകളാണ്. നിലമ്പൂരിലെ വിജയം ടീം UDFന്റേതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് യഥാർത്ഥത്തിൽ ടീം UDFന്റെ വിജയമാണ്. യാതൊരുവിധ അവസരങ്ങളും ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. UDFന്റെ മുന്നേറ്റം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അവിടെ എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UDF തോറ്റെടുത്ത് പോലും UDFന്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ ഇതാ ഇവിടെ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് UDF. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ദൃശ്യമായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. പ്രതിബദ്ധതയോടെയും ഏകാഗ്രതയോടെയും ടീമായി പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിലേതെന്ന് പ്രിയങ്ക ഗാന്ധി MP. UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നതായും പ്രിയങ്ക ഗാന്ധി Xൽ കുറിച്ചു. നിലമ്പൂരിൽ UDF നേടിയ ഉജ്ജ്വല ജയം പിണറായി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.